മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കാലിക പ്രാധാന്യമുള്ള കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മുസ്ലിം ലീഗിന്റെ സാന്നിധ്യം എവിടെയും എടുത്തു പറയേണ്ടതാണ്. മുസ്ലിം ലീഗിന്റെ വളർച്ചയിൽ അസൂയാലുക്കളായി ഒരുപാട് രാഷ്ട്രീയക്കാർ കേരളത്തിൽ തലപൊക്കുന്നുണ്ട്. ഒരുപാട് സാമുദായിക സംഘടനകൾ, ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകന്മാർ, അതിലുപരി നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പല കക്ഷികളും നമുക്കെതിരെ വാളെടുക്കുന്നു. ലീഗ് വളരുന്നു. ലീഗിലേക്ക് മുസ്ലിങ്ങളല്ലാത്ത ഇതര സമുദായത്തിൽപ്പെട്ടവർ ധാരാളമായി കടന്നു വരുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് പല രാഷ്ട്രീയ നേതാക്കന്മാരും സാമുദായിക സംഘടനകളും ചോദിച്ചു തുടങ്ങി. കേരളത്തിൽ മാപ്പിളമാരുടെ പാർട്ടിയിലേക്ക് മുസ്ലിം എന്ന പേരുള്ള ഒരു സമുദായത്തിന്റെ പേരുള്ള ഏക പാർട്ടി മുസ്ലിം ലീഗ് മാത്രമാണ്. ആ മുസ്ലിം ലീഗിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ അടുത്ത കാലത്ത് 5ാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് കിട്ടിയപ്പോൾ സാമുദായിക സന്തുലിതാവസ്ഥയുമായി 2 പ്രധാന സമുദായ സംഘടനകൾ കേരളത്തിൽ മുന്നോട്ട് വന്നത്. ഒന്ന് NSSഉം ഒന്ന് SNDP. രണ്ടും ധ്രുവങ്ങളിലൂടെ പോകുന്നവരാണ്. പക്ഷേ മുസ്ലിം ലീഗിനെ തകർക്കുന്ന കാര്യത്തിൽ രണ്ടും ഒരു ധ്രുവങ്ങളിലൂടെ പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായത്? മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം കിട്ടിയപ്പോ സാമുദായിക സന്തുലിതാവസ്ഥ പറയുന്നവർ ഈ പ്രസ്ഥാനത്തിലേക്ക് എല്ലാ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് കടന്നു വരുന്നൊരു കാലഘട്ടം. മലബാറിലെ തീയ ഈഴവൻ, തിരുവിതാംകൂറിലെ ഈഴവൻ, മലബാറിലെ തീയൻ, പാലക്കാട് തീയൻ, ഒരു സമുദായമാണ്. വിവിധ പേരുകൾ അറിയപ്പെടുന്നു. ഇസ്ലാം ഓർ മുസ്ലിം, അത് സുന്നിയായാലും മുജാഹിദായാലും ജമാഅത്ത് ഇസ്ലാമിയായാലും ഏത് പാർട്ടിയായാലും ഏത് സംഘടനയായാലും മുസ്ലിം ഒരു ഇസ്ലാം ഓർ മുസ്ലിം അല്ലേ ഉള്ളൂ. AP ഉണ്ണികൃഷ്ണൻ ഹിന്ദു മതം ജാതി പട്ടികജാതി കണക്കെന്നാ പറയാ. അപ്പൊ താഴ്ചയിലേക്ക് വരിക. ആ ഒരു ഘട്ടം ജാതീയമായി അടിമകളാക്കി വെച്ച സമുദായങ്ങൾ, ആ സമുദായങ്ങൾ അടിച്ചമർത്തപ്പെട്ടപ്പോ ഞങ്ങളെ വിഭാഗത്തിന് വേണ്ടി, പട്ടികജാതിക്കാർക്ക് വേണ്ടി, പിന്നോക്കക്കാർക്ക് വേണ്ടി, പട്ടികവർഗക്കാർക്ക് വേണ്ടി മോചനത്തിന്റെ മാർഗമായി ഉദിച്ച പാർട്ടിയാണ് ഖായിദെ മില്ലത്തിന്റെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത്. അത് മറന്നുകൂടാ. ഞങ്ങൾ ഏകോപിച്ചുകൊണ്ട്, ഞങ്ങൾ ഒരുമിച്ചുകൊണ്ട് ഒരു കൊടക്കീഴിൽ, ഒരു കൊടിക്കീഴിൽ കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് സാധിച്ചു. ഇന്ത്യയുടെ മണ്ണിൽ, കേരളത്തിന്റെ മണ്ണിൽ മാറ്റിവെക്കാൻ സാധ്യമല്ല. അതാണ് ചരിത്രം പറയുന്നത്. എല്ലാവരും ഒരുക്കപ്പെട്ട ഒരു സമുദായം, എല്ലാവരും മാറ്റിയൊടുക്കുന്ന സമുദായം, ജാതിയുടെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, പ്രമാണത്തിന്റെ പേരിൽ എല്ലാം ആട്ടിയൊടിച്ചൊരു സമുദായം. അവരൊക്കെ ആട്ടിയൊടിച്ചപ്പോഴും എന്തൊക്കെ പ്രസംഗിച്ചപ്പോഴും ഞങ്ങളെ തോളിൽ കൈവെക്കാൻ, ഞങ്ങളെ കോർത്തിണക്കാൻ, ഞങ്ങളെ കെട്ടിപ്പിടിക്കാൻ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടായിരുന്നു. അവിടെയാണ് മുസ്ലിം ലീഗ്. ആ ലീഗിനെയാണ് ഞാൻ പഠിച്ചത്. ഞാൻ ലീഗായത് വെറുതെയല്ല. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും MLAയും MP യും പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും വേണ്ടി വന്നതല്ല. എന്റെ സമുദായത്തെ അടിച്ചമർത്തിയപ്പോ, ഐക്യത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ആട്ടിയൊടിച്ചപ്പോൾ ഞങ്ങൾക്കൊരത്താണി വേണം, എന്റെ സമുദായത്തിന് വളരണം, വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി ഈ സമൂഹത്തിൽ വളരാൻ പറ്റിയ പാർട്ടി മുസ്ലിം ലീഗ് പാർട്ടിയാണ് എന്ന് പഠിച്ചത് കൊണ്ടാണ്. 1980 ഭാഷാ സമരമാണ് എന്നെ ലീഗാക്കിയത്. തക്ബീർ ധ്വനികളുമായി മുന്നോട്ട് പോകുന്ന മുസ്ലിം ലീഗ് ആ കാലഘട്ടം 1980 ഭാഷാ സമരം 9 മുതൽ ജൂലൈ 30
28-ാം തീയതി വരെ MSFനെതിരായി പ്രവർത്തിച്ചവൻ അഭിനയനായ ഞാൻ. എന്റെ 15-ാമത്തെ വയസ്സ്, 33 കൊല്ലമായി ഞാൻ ഈ കൊടി പിടിക്കുന്നു. ഈ കൊടി പിടിച്ച് അവസാനം മരിക്കുമ്പോ ഈ കൊടി പുതച്ചു പോകണമെന്നാണ് എന്റെ മനസ്സിലാഗ്രഹം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ സ്ഥാനത്തിന് വേണ്ടി വന്നതല്ല, ഞാൻ ഇതുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു വന്നതല്ല. എന്റെ സമുദായത്തിന്റെ മോചന മാർഗമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അത് ലീഗിൽ മാത്രമാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ ജാതിയുടെ പേരിൽ ഈ സമൂഹത്തെ മാറ്റി നിർത്തിയത്. ഇത് പഠിക്കേണ്ടതാണ്. 2011 നവംബർ 12 പെരിന്തൽമണ്ണയിലെ അങ്ങാടിയിൽ വെച്ചു പട്ടികജാതിക്കാർക്ക് 1936 ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ലഭിച്ച കാലഘട്ടം. ശ്രീ ചിത്തിര തിരുനാൾ രാജാവ് നവംബർ 12 അതിന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി പെരിന്തൽമണ്ണയിൽ ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഞങ്ങള് ഏതാണ്ട് മലപ്പുറം ഏറ്റവും ഭൂരിപക്ഷം കേരളത്തിലെ 1300ഓളം വരുന്ന പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും. ആ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തത് ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ ഇന്നത്തെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അതിലെ മുഖ്യപ്രഭാഷകൻ ഐത്തജാതിക്കാരെ മാറ്റി നിർത്തിയ കാലഘട്ടങ്ങളിൽ ആ മുഖ്യപ്രഭാഷകൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞ ഈ സമുദായത്തെ ഞാൻ പോലും തൊടാൻ അറച്ചിരുന്ന കാലഘട്ടം. ഞാൻ നമ്പൂതിരിയാണ്. ഞാൻ പോലും സമുദായത്ത് പ്രസാദം കൊടുക്കാൻ, തൊട്ടടുത്ത് നിൽക്കാൻ അമർഷം കാണിച്ചപ്പോ ഇവരെ തലോടിയത് ലീഗാണ്, മുസ്ലിങ്ങളാണ് എന്ന് കൈതപ്പുറം നാരായണ നമ്പൂതിരി പ്രഖ്യാപിച്ച കാലഘട്ടം 2011 നവംബർ 12. ആ ഘോഷയാത്ര വരുമ്പോഴാണ് അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിന്റെ തൊട്ട് മുമ്പില് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദട്ടിയ സ്വയം സേവക സംഘത്തിന്റെ 10-20ഓളം പ്രവർത്തകന്മാർ മുദ്രാവാക്യം വിളിക്കുന്നു. എന്താ ലീഗുകാർക്ക് ക്ഷേത്രത്തില്? ഈ 1300 പേരിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. ഞങ്ങൾ ആരും സുന്നത്ത് കഴിച്ച് തക്ബീറും നഞ്ചീര നിസ്കരിക്കുന്നവരുമല്ല. ശിവക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ദേവീ ക്ഷേത്രങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലും പൂജാതി കർമ്മങ്ങളും വിശ്വാസ പ്രമാണങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാ ഞങ്ങള്. പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടനയാണ്. ഞങ്ങൾ തടുത്തു. അന്ന് ആ ജാഥ നയിച്ചത് ഞാനാ. ധൈര്യത്തോടു കൂടി മുറുകെ പിടിച്ച് മുസ്ലിം ലീഗ് എന്റെ വിശ്വാസ പ്രമാണം നേരെ കയറി ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. ഞങ്ങൾ തൊഴിലേക്ക് പുറത്തേക്ക് പോന്നു. ഈ 2012 ഈ 12 വാർത്താ മാധ്യമം നിങ്ങൾ വഴിച്ചതാണ്. 2012 നവംബർ മാസം 12-ാം തീയതി എന്താ സംഭവിച്ചത്? കോഴിക്കോട് സ്റ്റേഡിയം കോർണർ ആരംഭിച്ചു ശ്രീകണ്ഠേശ്വര മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര പോകുന്നു. ഞങ്ങൾ അനുമതി തേടി. സിറ്റി പോലീസ് കമ്മീഷണറുടെ, കോഴിക്കോട് ജില്ലാ കലക്ടറുടെ, ബന്ധപ്പെട്ട ക്ഷേത്രത്തിന്റെ രേഖാമൂലം എഴുതി കൊടുത്ത് അനുമതി തന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ സംഘടിച്ച എല്ലാവരും വിളിക്കുന്നു. തിരുവനന്തപുരം DGP, IG, ഉത്തരമേഖല DIG, ദക്ഷിണ മേഖല DIG, കേരളത്തിലെ മുഴുവൻ പൂർത്തിയായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജില്ലാ കലക്ടറും സംഘർഷം ഉണ്ടാക്കരുത്. ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് സംഘർഷം. ഹിന്ദു ക്ഷേത്രത്തിലേക്ക് ഹിന്ദുക്കൾ ഘോഷയാത്ര പോകുന്നത് സംഘർഷമാണോ? എന്ത് ന്യായമാണ്? എന്ത് ന്യായമാണ്? ഇത് ജനാധിപത്യമാണ്. ഈ കേരളത്തിന്റെ മണ്ണില് ഹിന്ദുക്കൾക്ക് ഹിന്ദു ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര പോകാൻ പാടില്ല. എവിടെയാണ് സാംസ്കാരിക കേരളത്തിൽ 2012 നവംബർ? നോക്കണം. ഞങ്ങൾ പറഞ്ഞു ഒരു ക്ഷേത്രം കലുഷിതമാക്കാൻ, സംഘർഷം സൃഷ്ടിക്കാൻ ഞങ്ങളെ പാർട്ടി ഞങ്ങളെ നിർദ്ദേശിച്ചിട്ടില്ല. അവരാദ്യം വെച്ച ഉപാധി എന്തെന്നറിയാം നിങ്ങള്? PKK ബാവ ഉദ്ഘാടനം ചെയ്യരുത്. ക്ഷേത്ര പ്രവേശന വിളംബര ജാഥ PKK ബാവ ഉദ്ഘാടനം ചെയ്ത് UC രാമൻ ഉദ്ഘാടനം ചെയ്യട്ടെ, നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് വന്നോ? ഞങ്ങൾ പറഞ്ഞു
UC രാമനും AP ഉണ്ണികൃഷ്ണനും അച്ഛൻ എന്നേ ഉള്ളൂ, രണ്ടെണ്ണമില്ല. ഒന്നാണെങ്കിൽ PKK ബാബ അത് ഉദ്ഘാടനം ചെയ്യും, ഘോഷ സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഞങ്ങൾ സംഘടിച്ചു. നോക്കണം നിങ്ങൾ, ആരാ PKK ബാബ? നിങ്ങൾ പഠിക്കണം. എന്റെ പ്രസംഗം ധരിപ്പിക്കുന്ന നല്ലവരായ ഹൈന്ദവ സഹോദരന്മാർ, ഇസ്ലാം മത വിശ്വാസിയായ PKK ബാബ സാഹിബ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. ഞാൻ പറയേണ്ടത് ആവശ്യമില്ല, ഞാൻ അന്നും ഇതുപോലെ മാലയിട്ടിരുന്നു. മലയ്ക്ക് പോകുമ്പോ ബഹുമാനപ്പെട്ട ബാബാ സാഹിബ് പ്രഖ്യാപിച്ചു, ശബരിമല സീസൺ വരുന്നതിന് മുമ്പ്, ശബരിമല നട തുറക്കുന്നതിന് മുമ്പ് എരുമേലി മുതൽ പമ്പ വരെ റോഡ് ക്ലീൻ ആയിരിക്കുമെന്ന് പറഞ്ഞ് 9.5 കോടി രൂപയാണ് PKK ബാബാ സാഹിബ് ഫണ്ടില്ലാഞ്ഞിട്ട് പോലും നീക്കി വെച്ചത്. ആന്ധ്രയും കർണാടകയും തമിഴ്നാടക്കമുള്ള ഉത്തരേന്ത്യൻ അയ്യപ്പന്മാർ, ദക്ഷിണേന്ത്യൻ അയ്യപ്പന്മാർ സുഖലോലുപരായി ഒരു തടസ്സമില്ലാതെ കുണ്ടും കുഴിയുമില്ലാതെ വണ്ടിയോടിപ്പോ അവര് വിളിച്ച ശരണം പിടിയുണ്ട്. സ്വാമിയെ ശരണമയ്യപ്പ, ബാബാ മന്ത്രിയെ ശരണമയ്യപ്പ എന്ന് കേരളത്തിൽ ഹൈന്ദവരെ കൊണ്ട് വിളിപ്പിച്ച പാർട്ടിയാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മുസ്ലിം ലീഗ് പാർട്ടി. PK സാഹിബ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. ആ മന്ത്രി ഹൈന്ദവ സമൂഹത്തിന് മമ്പുറം പള്ളിയിലേക്കോ പുത്തമ്പള്ളി പള്ളിയിലേക്കോ വെളിയങ്കോടിലേക്കോ അല്ലെങ്കിൽ അജ്മീറിലേക്കോ അല്ല ലക്ഷങ്ങൾ കൊടുത്തത്, കോടികൾ കൊടുത്തത് ഹൈന്ദവ മതവിശ്വാസികൾക്ക് വേണ്ടി. ഇസ്ലാം മതവിശ്വാസിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കോടികൾ നീക്കിവെച്ചത് കേരളത്തിലെ ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ വർഗീയവാദികളോ, ഞങ്ങൾ തീവ്രവാദികളോ, ഞങ്ങൾ ഹൈന്ദവ വിരുദ്ധരോ? മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഹൈന്ദവ വിരുദ്ധരാണോ? പറയേണ്ടതുണ്ട്. നിങ്ങൾ പറയണം, ഞങ്ങളെ കുറിച്ച് അഭിപ്രായം പറയണം. ആ PKK ബാബാ സാഹിബ് ആ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞു, ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലേക്ക് ഞങ്ങളില്ല. ഞങ്ങൾ പണ്ടേ ക്ഷേത്രത്തിൽ പോകുന്നവരല്ലല്ലോ. ഞങ്ങൾ പണ്ടേ ക്ഷേത്രത്തിൽ കടക്കാൻ അനുവാദമില്ലാത്തവരാണ്. ആ 936 മുമ്പ് സംഭവിച്ച അതേ ക്രമം തന്നെയാണ് ഇപ്പോ ഈ 2012 കേരളത്തിൽ സംഭവിച്ചത്. ബാബാ സാഹിബ് ഉദ്ഘാടനം ചെയ്തു. PKK ബാബാ സാഹിബ് ഉദ്ഘാടനം എതിർക്കുന്നവർ, തകർക്കുന്നവർ ലീഗിന്റെ മുഖത്ത് നോക്കി വർഗീയവാദികളെ, തീവ്രവാദികളെ എന്ന് വിളിക്കുന്നവൻ ബാബാ സാഹിബ് ഉദ്ഘാടനം ചെയ്ത ഈ ഇസ്ലാം മതവിശ്വാസിയായ മുസ്ലിം ലീഗുകാരനായ PKK ബാബാ സാഹിബ് ഉദ്ഘാടനം ചെയ്ത ജാഥ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം ആരതാ? ഞങ്ങളെപ്പോലെ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നിഷേധിച്ച ഈഴവ സമുദായത്തിൻ്റെതാണ്. ഞങ്ങളെപ്പോലെ ക്ഷേത്ര പ്രവേശനം നിരോധിച്ച ഈഴവ സമുദായ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രമാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. ആ പിന്നോക്കക്കാരന്റെ ക്ഷേത്രത്തിലേക്ക്, അതിലും പിന്നോക്കക്കാരനായ പ്രവേശനമില്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്താ? ഇതിനൊക്കെ കാരണം അറിയാം നിങ്ങൾ? മുസ്ലിം ലീഗിലേക്ക് ആയിരക്കണക്കിന് പട്ടികജാതിക്കാർ, ഹൈന്ദവ സഹോദരന്മാർ ദിനേന CPM, BJP, കോൺഗ്രസ് അടക്കമുള്ള പല രാഷ്ട്രീയ പാർട്ടിയും രാജിവെച്ച് മുസ്ലിം ലീഗിന്റെ, ദളിത് ലീഗിന്റെ മെമ്പർഷിപ്പ്. ഞാനിപ്പോ ഇന്നലെ കുഴിമണ്ണ പഞ്ചായത്ത് പോയി. CPM 20 കുടുംബങ്ങൾ, ഏകദേശം 60ഓളം ആളുകളാണ് കുഴിമണ്ണ പഞ്ചായത്ത് മുസ്ലിം ലീഗിലേക്ക് രാജിവെച്ചത്. ചെങ്കൊടി പിടിച്ചവൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുസ്ലിം ലീഗ് നേതാവ് ഉദ്ഘാടനം ചെയ്ത ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, തെറ്റ്. എന്നാ ഞാനിപ്പോ അയ്യപ്പന ശബരിമല സന്നിധാനത്തിലേക്ക് രുദ്രാക്ഷമാല അണിഞ്ഞവനാ, അയ്യപ്പന്റെ മുദ്രയിട്ടവനാണ്. ലക്ഷക്കണക്കിന് ഹൈന്ദവ സഹോദരന്മാർ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് മലബാറിലെ പത്തനംതിട്ടയിലെ പമ്പ, എരുമേലി, പമ്പ വഴി ശബരിമല സന്നിധാനത്തിൽ എത്തിച്ചേരാൻ പോകുന്നു. എന്താ അവസ്ഥ? ലക്ഷക്കണക്കിന്. ഞാൻ പോകുന്ന കൂടെ 150ഓളം ആളുകളുണ്ട്. ഇപ്പോ ഈ ഹൈന്ദവ സഹോദരന്മാർ
ഏകദേശം ഈ തുലാമാസം 25, 26, ഡിസംബർ 23, 24 തീയതികളിൽ മകരവിളക്കിന് വേണ്ടി പുറപ്പെടുന്നു. ഇരിമുടിക്കെട്ട് നടക്കുന്ന സമയത്ത് ഒരു 50 ഗ്രാം കുരുമുളക് ഇരുമുടിക്കെട്ടിൽ നിക്ഷേപിക്കുന്നു. എന്റെ ഗുരുസ്വാമി ഒരു പക്ഷേ BJP കാരനായിരിക്കാം, വിശ്വാസമില്ലാത്ത CPM കാരനായിരിക്കാം. അവര് കെട്ടുനിറക്കുമ്പോ ആ കുരുമുളക് എന്തിനു വേണ്ടിയാ കെട്ട് നിക്ഷേപിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? VKK ബാബ ഉദ്ഘാടനം ചെയ്ത ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ആ കെട്ട് തലയിലേറ്റി ഞങ്ങൾ നേരെ ചെയ്ത് എരിമേലിയാണ്. എരിമേലി എന്താ അവസ്ഥ? എരിമേലി വെച്ച് കെട്ടടിച്ചൊരു നാളികേരം എടുക്കുന്നു. ലക്ഷക്കണക്കിന് ഹൈന്ദവൻ 992 ഡിസംബർ മാസം 6-ാം തീയതി ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ, ഈശ്വരന്റെ ഭവനമായ പരിഭാവനമായ ബാബരി മസ്ജിദ് തകർത്ത കാലഘട്ടം. ഭാരതത്തിന്റെ മണ്ണിൽ ഒരു ഹൈന്ദവൻ ഒരു പോർലുമേൽക്കാത്ത മതേതരത്വ കേരളം. മറന്നുപോയോ നിങ്ങള്? 5 നേരം മുസൽമാൻ നമസ്കരിച്ച പള്ളി തരിപ്പണമാക്കി, കാവിക്കോട് നീട്ടി, വാളുയർത്തി കാണിച്ചു, ശൂലമുയർത്തി കാണിച്ച ഈ മതേതരത്വ ഇന്ത്യയിൽ മുഴുവൻ ജനതയും ഞെട്ടിത്തെറിച്ച കാലഘട്ടം. എന്താ സംഭവിച്ചത്? ലോകരാഷ്ട്രങ്ങൾ, ലോകത്തെ മുഴുവൻ ജനങ്ങളും ഇന്ത്യ ജനങ്ങളും നോക്കിയത് ഇന്ത്യയിലെ, കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പാണക്കാട് കൊടപ്പനല്ലേക്ക. ആയിരക്കണക്കിന് പത്രക്കാരൻ, ചാനലുകാരൻ, പാലക്കാട് തറവാട്ട് ഞാൻ അവിടെ ഉണ്ട്. തങ്ങളൊരൊറ്റ ചോദ്യം, തങ്ങളെ ബാബരി മസ്ജിദ് തകർന്നിരിക്കുന്നു, തങ്ങളുടെ നിലപാടെന്താണ്? തങ്ങൾ മൗനത്തോടു കൂടി പറഞ്ഞു, മുസ്ലിങ്ങൾ. അവിടെയാണ് മുസ്ലിം ലീഗിന്റെ പ്രത്യേക നേതാക്കന്മാരുടെ പക്വത. മുസ്ലിങ്ങൾ ഇസ്ലാമിനെ മുറുകെ പിടിക്കണം, ശാന്തിയുടെ, സമാധാനത്തിന്റെ ദൂതന്മാരായി മുന്നോട്ട് പോകണം. ഒന്നുകൂടെ പറഞ്ഞു, സഹോദര സമുദായത്തിന്റെ ഒരു ഓടിന്റെ ഘട്ടം താഴെ വീഴാൻ പാടില്ലെന്ന് ലോകത്താദ്യമായി പ്രഖ്യാപിച്ചത് നമ്മുടെ മനസ്സിന്റെ മാളിക കൊണ്ട് സൂക്ഷിക്കുന്ന മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. പ്രിയപ്പെട്ടവരെ, വല്ലതും സംഭവിച്ചോ ഇന്ത്യയിലും കേരളത്തിലും? ഒന്നും സംഭവിച്ചിട്ടില്ല. നേതാക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നവരാ ഞങ്ങൾ. ആ പള്ളി തകർത്തവൻ, ആ പള്ളി പൊളിച്ചവൻ, പള്ളി പൊളിച്ചു പൂജ ചെയ്ത് ക്ഷേത്രമെടുക്കാൻ കട്ട കൊടുത്തയച്ചവൻ, കമ്പിപ്പാര കൊടുത്തയച്ചവൻ, പൊളിക്കാൻ പിക്കാസ് കൊടുത്തയച്ചവൻ, മാരകായുധങ്ങൾ കൊടുത്തയച്ചവൻ, അങ്ങനെയുള്ള മുഴുവൻ ഹൈന്ദവന്റെ കഴുത്തിലും ഇന്ന് രുദ്രാക്ഷമാലയും തുളസി മാലയും ചന്ദനമാലയുമാണ്. ലക്ഷങ്ങൾ. അവനും പോകുന്നത് ശബരിമല സന്നിധാനത്തിലേക്ക്, എരിമേലി ചെന്ന് പേട്ടതുള്ളാൻ പോകുന്നു. ഞങ്ങൾ 60 പേരുണ്ടായിരുന്നു. 60 പേരും ചായം പൂശി. ഇത് ഈ റോഡ്, ഇവിടെ പള്ളി, ആ കടക്കുന്ന പീഡിയ ക്ഷേത്രമാണ്. വെറും 11 മീറ്റർ അകലെയാണ് ക്ഷേത്രവും പള്ളി നേരോടെ നേരെ നിൽക്കുന്നത്. 982 ഞാൻ ലീഗിൽ വന്ന ശേഷം പോകുമ്പോ അവിടെ ഒരു ശ്രാമ്പ്യം മാത്രമാണ്. തോട്, നടുവിൽ തോട്, മുന്നിലെ കാല് റോഡിനോട് ചേർന്ന്, പുറകിലെ കാല് തോടിനക്കരെ. ഞാൻ ചോദിച്ചു, എന്താ സംഭവം? ഇത് ഒള്ളെടുക്കാൻ വേണ്ടി, വെള്ളത്തിന് വേണ്ടിയാണ് ഈ തോടിന് നടുവിൽ ഈ ചെറിയ ശ്രാമ്പി നിർമ്മിച്ചത്. അന്ന് വെള്ളം കിട്ടാൻ പ്രയാസമാണ്. ആ പള്ളി ഇന്ന് പോയാൽ 2000 പേർക്ക് ഒരേ സമയം ജുമാ നമസ്കരിക്കാനുള്ള പള്ളിയാണ്. ഇന്ത്യയിലെ, കേരളത്തിൽ ഒറ്റ മുസൽമാൻ ₹1 പോലുണ്ടാവില്ല. ഈ പള്ളി പൊളിച്ചവന്റെ കാശ് വരെ ഈ പള്ളി നിർമ്മിക്കാൻ സംഭാവന കൊടുത്ത ചരിത്രമാണ് കേരളത്തിന്റെ മണ്ണിലുള്ളത്. അപ്പുറത്ത് പോയി നാളികേരം ഉടച്ചു. ഞങ്ങളെ ഗുരുസ്വാമി BJP കാരൻ, അല്ലെങ്കിൽ RSS കാരൻ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ, അല്ലെങ്കിൽ CPM കാരൻ, ഇദ്ദേഹം വിളിക്കുന്നത് എന്താ? ശരണം, സ്വാമിയെ ശരണമയ്യപ്പ. സ്വാമിയെ എന്ന് പറഞ്ഞാൽ ശരണമയ്യപ്പ എന്ന് ഞങ്ങൾ പറയും. ഇതേ നാവ് കൊണ്ട് ആ പള്ളി പൊളിക്കാൻ കട്ട കൊടുത്തയച്ച ഗുരുസ്വാമി, അത് പൊളിക്കാൻ കമ്പിപ്പാറ കൊടുത്ത ഗുരുസ്വാമി തന്റെ നാവ് കൊണ്ട് പറയുന്നു, ഇടക്കട്ടിൽ സ്വാമിയെ ഞങ്ങൾ വിളിക്കുന്നു ശരണമയ്യപ്പ. ആരാ ഇടക്കട്ടിൽ സ്വാമി? മേലതിൽ നസീറാണ്, KK നാസറാണ്, നിങ്ങളെ പഞ്ചായത്ത് യൂത്തിന്റെ മുസ്ലിം പ്രസിഡന്റാണ്, നിങ്ങളൊക്കെയാണ്. ഇസ്ലാം മത വിശ്വാസികളാണ്. ഈ ബാബരി സ്വാമി അയ്യപ്പനും ഭാര്യയുമായിട്ട്
വ്യാപാരമൊന്തമുണ്ടായപ്പോ, സംഘർഷഭരിതമായപ്പോ സന്ധിയിലേർപ്പെട്ട ചരിത്രമാണ് അയ്യപ്പനും ബാബരുമായ ചരിത്രം. ആ ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം. ആ പൈതൃകം നിലനിർത്തണം. അത് പറയുന്നവരാ ഞങ്ങള്. നേരെ വന്നു റോഡ് ക്രോസ് ചെയ്ത് കടന്നു വന്നാൽ നേരെ ഈ ഗുരുസ്വാമി കയറുന്നത്, പള്ളി പൊളിക്കാൻ കട്ട കൊടുത്തയച്ച ഗുരുസ്വാമി കയറുന്നത് 5 നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ബാങ്ക് വിളിക്കുന്ന പരിശുദ്ധമായ പള്ളിയുടെ ഉള്ളിലേക്ക്. ഞാനിത് പറയുമ്പോൾ 1.5 മാസം കഴിഞ്ഞാ ഞാൻ പോകേണ്ടവനാണ്. ഞാൻ ആ പള്ളിയുള്ളിൽ കയറിയവനാ. വലിയ വട്ടത്തിലുള്ള കോഴിക്കോട്ടെ വട്ടപ്പള്ളി ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ, ആന്ധ്ര, കർണാടക, ഹരിയാന, ഒറീസ, ഗുജറാത്ത്, ബംഗാൾ അടക്കമുള്ള തമിഴ്നാടക്കമുള്ള ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ ജനങ്ങൾ ബാഗ് തുറന്നിട്ട് പള്ളിന്റെ ഉള്ളിക്ക് എണ്ണാറ് നോട്ട്, 5000, 10000 നോട്ട്, ബാബരി സ്വാമിയെ നമ്മളുടെ നോട്ട് വലിച്ചെറിയാം. ഞങ്ങൾ മലയാളികൾ പോകുമ്പോ ഏറിപ്പോയ പണ്ട് 25 വയസ്സപ്പോ എടുക്കൂല. എനിക്ക് പോയ ₹1 അതിൽ ആരാണ് പോകൂല. എവിടെ ഏത് അമ്പലത്തിൽ ഇടുകയാണെങ്കിലും. പക്ഷേ ഈ വരുന്നവൻ ഇത് ബാബര പള്ളിയാണ്, ബാബരുടെ നടയാണ്, ഇസ്ലാം മത വിശ്വാസികൾ 5 നേരം നമസ്കരിക്കുന്ന പള്ളിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ 10,000 പള്ളിയുടെ ഉള്ളിലേക്ക് വലിച്ചെറിയുന്നു. നാളികേരം പള്ളിയുടെ ഉള്ളിൽ ഉടക്കണം. അതിന് മുകളിൽ 3ഓ 4ഓ നിലയുണ്ട്. പേട്ട തുള്ളുമ്പോ ബാങ്ക് വിളിക്കുന്നു. പേട്ട തുള്ളിക്കൊണ്ടിരിക്കുമ്പോ ബാങ്ക് വിളിക്കുന്നു. എല്ലാ 5 നേരത്തും ആ പള്ളിയിൽ ദക്ഷിണയിടുന്നു ഞങ്ങള്. ലക്ഷക്കണക്കിന് ഹൈന്ദവർ ബാബാ സാഹിബ് ഉദ്ഘാടനം ചെയ്ത ആ ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് പോകാൻ പാടില്ല. എന്നാൽ ഇസ്ലാം മത വിശ്വാസികളായ പള്ളി ദൈവത്തിന്റെ അല്ലാഹുവിന്റെ ഈശ്വരന്റെ ഭവനമായ പള്ളിയിലേക്ക് അങ്ങോട്ട് ക്ഷേത്രത്തിൽ കടക്കാൻ പാടെന്ന് പറഞ്ഞവൻ ഈ പള്ളി പ്രതിഷ്ഠം വെച്ച് പോകുന്നു. ഇത് ചരിത്രമല്ലേ? ഈ ചരിത്രം മറക്കാൻ സാധിക്കും നമുക്ക്? അതാണ് ചരിത്രം. തീർന്നില്ല. ഞാൻ 989 പോകുമ്പോ കൊണ്ടോട്ടി അയ്യപ്പ ക്ഷേത്രത്തില് അഖണ്ഡനാമമുണ്ട്. ഇപ്പൊ ഞങ്ങോട്ട് പോകുമ്പോ എന്റെ ചെറിയ മകൻ 2ാമത്തെ മോൻ അഖണ്ഡനാമത്തിന് പോയി കരിയാൻ കല്ലെങ്കിൽ കൊണ്ടോട്ടി അഖണ്ഡനാമം ഞങ്ങൾ ചാലഞ്ചറുമായിട്ട് പോവുക. സീതിയാജി ഓഡിറ്റോറിയം കൊണ്ടോട്ടി ഞങ്ങൾ ടൗണില്. അവിടെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിയുടെ വയല്. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. എന്തേ ചോദിച്ചു. എന്റെ ഉസ്താദാണ്, അവിടെ മൂപ്പറന്ന് കാണാന്ന് പറഞ്ഞു. അവിടെ ഇറങ്ങി ഞാൻ ഇറങ്ങിയപ്പോ ഒരു കറുത്ത കുമ്മുണ്ടൊരു സ്വാമി നമ്മളെ വയലെങ്കിലും ചോദിച്ചു. അപ്പൊ ലീഗാരം എന്നെ പിടിച്ചെന്നെ കൊണ്ടുപോയി വയല് പറഞ്ഞ സ്റ്റേജിൽ മണി കൊണ്ടുവരുത്തി. എല്ലാരും മോചല്ലേ പിന്നെ എന്നെ നോക്കണേ. സ്വാമി എന്താ സ്റ്റേജിന്റെ മുകളിൽ. അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 200 മീറ്റർ അപ്പുറത്തുനിന്ന് ഒരു ശബ്ദം, അതിശക്തമായ ശബ്ദം. ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാഭാവോ സാസ്തേ തുഭ്യം നമോ നമ എന്ന അയ്യപ്പന്റെ മന്ത്രം വയലു പരിസരത്ത് കേൾക്കുക. ഏതെങ്കിലും ഒരു മുസൽമാൻ, ഇസ്ലാം ചരിത്ര മുസൽമാൻ, മലപ്പുറത്തെ മാപ്പള, കുണ്ടോട്ടിയിലെ മാപ്പള, ഇത് ജില്ല മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ്. അതുകൊണ്ട് നിങ്ങളെ അഖണ്ഡ നാമത്തിന് ശബ്ദം ഒന്ന് കുറയ്ക്കണമെന്ന് പറയാൻ ഉമ്മ പ്രസവിച്ച മുസൽമാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് ഞാനും നിങ്ങളും പഠിക്കേണ്ടത്. ഇതാണ് മതേതരത്വം. ഇതാ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുക. ഞാൻ ഇവിടുന്ന് പോയപ്പോ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ അതിനേക്കാൾ സൗണ്ട് പെട്ട അങ്ങോട്ട് കേൾക്കണു. ഇസ്ലാമിക സനാതന ധർമ്മങ്ങളെ കുറിച്ചു, ജീവിക്കോഴും മരിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ചു, മക്കളെ പോറ്റുന്നതിനെ കുറിച്ചു, ഭാര്യമാരെ കുറിച്ചു എല്ലാം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രസംഗം അങ്ങോട്ട് കേൾക്കുന്നു. അവിടെ ഹിന്ദുക്കൾ വന്നോ? ഇന്ത്യ ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ്. ഇത് ഹൈന്ദവരുടെ രാഷ്ട്രമാണ്. അതുകൊണ്ട് നിങ്ങളെ വൈദ്യുത ശബ്ദം ഒന്ന് കുറയ്ക്കണമെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ ഒരു ഹൈന്ദവനും തിരിച്ചു വന്നില്ല. അവിടെ നടക്കുന്ന ആ സ്ഥലത്ത് അഖണ്ഡനാമത്തിന് ശാഖക്കണക്കിന് അരിയും പഞ്ചസാരയും മുളകും അതുപോലെ തന്നെ പച്ചക്കറി വിലവ്യഞ്ജനം കൊടുക്കുന്നത് കൊണ്ടോട്ടിലെ മുസ്ലിങ്ങളാണ്. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഇവരത്തില്ല. നോക്കണം നിങ്ങള്. നമ്മുണ്ടാക്കുന്ന സൗഹാർദ്ദം, ആ സൗഹാർദ്ദം തകർക്കാനാണ് കേരളത്തിലെ ഫാസിസ്റ്റ് ശക്തികളും CPM അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ മുന്നോട്ട് വരുന്നത്.
എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾക്കതറിയാൻ ആഗ്രഹമുണ്ട്. മലപ്പുറത്തിന്റെ മണ്ണ്, പവിത്രമായ മണ്ണ്, മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നിർമ്മിച്ച ലീഗ്, സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം, കേരളത്തിന്റെ മണ്ണ്. അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോ എന്റെ രോമം എടുത്തു പിടിക്കുക. മഹാനായ അല്ലേ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ മലപ്പുറത്തിന്റെ മണ്ണിൽ അങ്ങാടിപ്പുറത്ത് ഹിന്ദു മുസ്ലിം സംഘർഷം, ആയിരക്കണക്കിന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തടിച്ചുകൂടി. പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ടു. ഈ സ്ഥലം ക്ഷേത്രത്തിന്റെ സ്ഥലമാണ്, അതുകൊണ്ട് ഈ സ്ഥലം ഞങ്ങൾക്ക് വേണം. ഇവിടെ ശിവലിംഗം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ പണിയണം. ശക്തമായ സംഘർഷാവസ്ഥ. കൊയിലാണ്ടിയിലെ വസതിയിലെ ശരീരത്തെത്തി ബാഫഖി തങ്ങൾ ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സംഘർഷം ഉണ്ടാക്കുന്ന നമുക്ക് സമാധാനപരമായ സംഭവം പരിഹരിക്കാം. എന്നിട്ട് എന്താ പറഞ്ഞത്? നാം ഇസ്ലാം മത വിശ്വാസികളാണ്. മറ്റൊരു വിശ്വാസ പ്രമാണത്തിന്റെ വിശ്വാസിയുടെ സ്ഥലം കൈയടക്കിയല്ല നാം പള്ളി നിർമ്മിക്കുന്നത്, അവരവിടെ ക്ഷേത്രം നിർമ്മിക്കട്ടെ. ഒരു വര വരച്ചു. ഇപ്പുറത്ത് പള്ളിയും ഇപ്പുറത്തെ ക്ഷേത്രവും അപ്പുറത്ത് പള്ളിയും. ഇന്നും തലയുയർത്തിരിക്കുന്നു മലബാറിന്റെ മണ്ണിൽ, മലപ്പുറത്തിന്റെ മണ്ണിൽ അല്ലേ? പുലർച്ചക്ക് ഇപ്പൊ കേൾക്കാം ഒരു മതില പള്ളി, ഒരു മതില ക്ഷേത്രം. അവിടുന്ന് കേൾക്കുന്നു എന്ത്? ഓം ശിവായ നമ ശിവായ, ഓം ശിവായ ശങ്കര, ശശിധരനെ സുന്ദരേശ, ഓം ശിവായ ശങ്കര എന്ന് കീർത്തനം കേൾക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ബാങ്ക് വിളിക്കുന്നത്. രണ്ടും ഒരേ സമയത്ത്. ഒരു സംഘർഷമില്ല, സംഘർഷപൂരിതമല്ല. പക്ഷേ ഇവിടെ ഹിന്ദു മുസ്ലിം സംഘടനം ഉണ്ടാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള പല രാഷ്ട്രീയക്കാരും മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. നാം അത് കണ്ടറിയണം. നമ്മെ തകർക്കാൻ, നമ്മെ നശിപ്പിക്കാൻ, നമ്മുടെ കൂട്ടായ്മ ഇല്ലാതാക്കാൻ, ഛിന്ന ഭിന്നമാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള കേരളത്തിലെ, ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തി അടക്കമുള്ള ഒരു പക്ഷേ നമ്മോടൊപ്പം ഇരിക്കുന്നവരടക്കമുള്ളവർ ഈ കുൽസിത ശ്രമവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് കാണാതെ പോയാൽ സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. സംഭവിക്കരുത്, സംഭവിക്കാൻ പാടില്ല. നമ്മളത് മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ പാടില്ല. മുസ്ലിം ലീഗിന്റെ ചരിത്രം അതാണ്. ആ തളി ക്ഷേത്രത്തിന്റെ ഗോപുരപാത 2011 2 വർഷങ്ങൾക്ക് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരു വെള്ളിയാഴ്ച പുലർച്ചെ, നോക്കണം ദിവസം കണ്ടുപിടിച്ച് ശ്രദ്ധിക്കണം നിങ്ങൾ. വെള്ളിയാഴ്ച പുലർച്ചക്കാണ് അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിന്റെ ഗോപുരപാതിൽ കത്തിയമർന്നത്. വെള്ളിയാഴ്ച പുലർച്ചക്ക് കണ്ടുപിടിച്ച ദിവസം, എടുത്ത സമയം പുലർച്ചെയാണ്. ആ ഗോപുരപാതിൽ വെള്ളിയാഴ്ച പുലർച്ചെ കത്തിയമർന്നു. അത് ശക്തമായ സംഘർഷാവസ്ഥ. എന്താ പേര്? ഇത് കത്തിച്ചത് മാപ്പിളാര് തന്നെയാണ്. ക്ഷേത്രം കത്തിക്കുന്നത് മുസ്ലിങ്ങളാണ്. നാടാകെ പരന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് 1 മണിക്ക് ജുമാ നമസ്കാരം കഴിഞ്ഞ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും കാറിൽ കയറി, പോലീസ് ഇല്ലാതെ, പട്ടാളമില്ലാതെ, ഡ്രൈവറും ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള 4ാമതായി പടച്ചതമ്പുരാന്റെ അനുഗ്രഹത്തോടുകൂടി പ്രിയപ്പെട്ടവർ അങ്ങാടിപ്പുറത്തെത്തി. ലക്ഷക്കായിരക്കണക്കിന് ഹൈന്ദവ സഹോദരന്മാർ തങ്ങള് അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിന്റെ തൊട്ടരികിൽ കാർ നിർത്തിയിട്ട് മുന്നിലെ ഒരു സ്ഥലം മുറ്റമുണ്ട്, അവിടെ കയറി. പത്രക്കാര് വളഞ്ഞു. അദ്ദേഹം സ്വീകരിച്ചതാരാ? കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് കദംബൻ നമ്പൂതിരിപ്പാട്. കൈകൂപ്പി സ്വീകരിച്ചു, കൈ കൊടുത്തു, ഇരിക്കാൻ പറഞ്ഞു. എന്താ സംഭവിച്ചത്? ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഇതാരോണോ കത്തിച്ചത്? ഹൈന്ദവനാണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും അവന്റെ ജാതിയോ മതമോ സമുദായമോ നോക്കാതെ 24 മണിക്കൂർ കൊണ്ട് പ്രതികളെക്കൂടി കൂടമെന്ന് പ്രഖ്യാപിച്ചത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ആ ഗോപുരപാതിൽ പുനർനിർമ്മിക്കാൻ
ആദ്യമായി ഫണ്ട് കൊടുത്തത് ഇന്നത്തെ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് മതേതരത്വം. നാം പഠിക്കണം. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് സത്യമേ പറയൂ, സത്യമേ പ്രവർത്തിക്കൂ, സത്യമേ പറയാവൂ. കാരണം എന്റെ കഴുത്തിൽ രുദ്രാക്ഷമാലയാണ്. അവിടെ പഠിക്കേണ്ടത്. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. ഞാൻ 1001 വട്ടം പറഞ്ഞാലും BJP-ക്കാരും വിശ്വ പരിഷത്തുകാരും SNDP NSS അത് വിശ്വസിക്കൂല. നിങ്ങൾ വിശ്വസിക്കണ്ട, പഠിച്ച തമ്പുരാൻ വിശ്വസിച്ചാൽ മതി എന്ന് എനിക്കുള്ള വിശ്വാസമുള്ളൂ. നിങ്ങൾ അതിനെ പോപ്പിക്കേണ്ട ആവശ്യം എനിക്കിതില്ലല്ലോ. നോക്കണം, മൊറയൂര്, മലപ്പുറം ജില്ലയിലെ മൊറയൂര് വിഷ്ണു ക്ഷേത്രം കത്തിയമർന്നു 4 മാസങ്ങൾക്ക് മുമ്പ്. വിഷ്ണു ക്ഷേത്രം രാത്രി കത്തി. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് ആരാധനുന്നത് ബീരാൻകുട്ടിയേജി അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാരും അവിടെ ഓടിയെത്തിയത് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. അവിടെ ഞങ്ങള് ഉമ്മർ മാസ് PP വാസുദേവനും കണ്ടില്ല, ജനേന്ദ്ര മാസ കണ്ടില്ല, വാസുദേവ മാഷ കണ്ടില്ല. ഒരു BJP RSSന്റെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ NSSന്റെ SNDP-യുടെ നേതാക്കളെ കണ്ടില്ല ഞങ്ങള്. എന്തേ ഓടി വരാതിരുന്നത്? അവിടെ ഓടിയെത്തി മതേതരത്വം ഊട്ടിയുറപ്പിച്ചത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്. നാം അത് പഠിക്കണം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വം മുറുകെ പിടിച്ചു പോകുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഈ സ്വാതന്ത്ര്യം എവിടെയുള്ളത്? ഞാൻ പറഞ്ഞോട് തിരിച്ചു പോവാ. എരിമേലി പേട്ടതുള്ളി നാളികേരമെടുത്ത് ഞങ്ങൾ കെട്ടുമായി നേരെ പോകുന്നത് പമ്പയിലേക്കാണ്. ഒരു കൂട്ടര് കരിമല ചവിട്ടിപ്പോലും കിലോമീറ്ററുകളോ. ഞാൻ 3 വർഷം കരിമല ചവിട്ടിപ്പോയതാണ്. 10, 40, 50 കിലോമീറ്റർ വാഹനമില്ലാതെ കല്ലും മുള്ളും ഈ പോസ്റ്റും കയറുന്ന മല 120, 220, 300 മീറ്റർ ഉയരമുള്ള മല. അത് കയറിയിട്ട് ഇറങ്ങിയിട്ട് പിന്നെയും അതേമാതിരി കയറണം, കിലോമീറ്റർ കണക്കിന്. അതെങ്ങനെ പോകുമ്പോ 10-25 ആന കൂട്ടായി നിൽക്കുന്നുണ്ടാവും കാട്ടില്. അങ്ങേപ്പുറത്ത് സിംഹത്തിന്റെ പുലിയുടെ അലർച്ച ഒരു 25-30 മീറ്റർ അങ്ങേപ്പുറത്ത്. തൊട്ട് 20 മീറ്റർ അപ്പുറത്ത് കാട്ടുപന്നി. വഴിയുടെ പോകുമ്പോ പാമ്പ് ഇങ്ങനെ വരച്ചു പോണ്, പെരുമ്പാമ്പ് ഇതിലെ പോണ്. ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ ശരണം വെടികളുമായി മുന്നോട്ട് പോകുന്ന ആനങ്ങനെ അലറി വിൽക്കുന്നത് കാണാം. 10-20 ആനക്കൂട്ടം അതിലൂടെ നടന്നു പോകുന്നത്. നേരെ ചെന്നു പമ്പയിലെ ഗണപതി കോവിൽ നാളികേരമുടച്ചു നേരെ നീലിമല കയറി, അപ്പാച്ചിമേട് കയറി, എള്ളുണ്ട എറിഞ്ഞു, ശരംകുത്തിയും ശബരി പീഠവും കടന്നു നേരെ ഞങ്ങൾ സന്നിധാനത്തെത്തി. 18-ാം പടി കയറി ദർശനം നടത്തി തിരിച്ച് ഞങ്ങൾ വിരിയിൽ വന്നു. അന്ന് രാത്രിയാണ് ഈ കെട്ടഴിക്കുന്നത്. കെട്ടടിച്ചാൽ ഞങ്ങൾ 60 പേരുണ്ട്. 60 പേരുടെ കുരുമുളകിന്റെ പൊതി കഴിച്ചിട്ട് ഒരു പാത്രം നിക്ഷേപിക്കും. ഈ തലയിൽ വെച്ച് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ശബരിമല സന്നിധാനം ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ്. മേലെ നാസർ ഇരിക്കുന്ന ഒരു 10 മീറ്റർ അപ്പുറത്താണ് പള്ളി. എവിടെ? ശബരിമലയിൽ. ഇത് വെറുതെ പറയല്ല. കണ്ടവൻ പറയട്ടെ, കേട്ടവൻ പറയട്ടെ, ദർശിച്ചവൻ പറയട്ടെ, പറയുന്നത് കളവാണെന്ന്. വർഷങ്ങളായി ഞാൻ പോകുന്നു. 6 വർഷമായി നിർത്തിവെച്ചിട്ട് ഇവിടെ തുടങ്ങിയത്. 20 മീറ്റർ ക്ഷേത്രത്തിന് 20 മീറ്റർ അപ്പുറത്തെ പള്ളി. അവിടുത്തെ ഉസ്താദ് പത്തനംതിട്ട ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്. ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് നല്ല കട്ടൻ ചായ, കുരുമുളക് ഇട്ടതും ഏലക്കായിട്ട കട്ടൻ ചായ എങ്ങനെ മുമ്പത്ത് വരും ചെയ്യും. ഈ അവലും വാരിത്തരും, ഈ മലരും വാരിത്തരും. ഞാൻ അങ്ങനെ കുത്തി തുറച്ച് തിന്നു. മലപ്പുറത്ത് ലീഗല്ലേ, ലീഗാകുമ്പോ ഒരുപാട് പറയാണ്ടാവുമല്ലോ. നേരം മൂപ്പിക്ക് ഉറങ്ങാനേക്കൂല. മൂപ്പിക്ക് ഉറങ്ങാൻ പറ്റൂല. എന്താ കാരണം? അദ്ദേഹം ഉറങ്ങാൻ പറ്റൂല. കാരണം ലക്ഷക്കണക്കിന് ഹൈന്ദവന്മായി സാധനങ്ങളെ കൊണ്ട് ഇത് ചെമ്പിലിടണ്ടേ. ചാക്കിലാക്കണം, ഒരാൾ ചെമ്പിലാക്കണം, പൈസ ഉണ്ടാവും, കുരുമുളക് ഉണ്ടാവും, ചാക്ക് കണക്കിന് കുരുമുളക. അവിടെ പോയി നോക്കണം. അദ്ദേഹം അവിടെ വെച്ച് മരിച്ചു. മരിച്ചപ്പോ നടയടിച്ചു. അദ്ദേഹം മയ്യത്ത് കൊണ്ടുപോയി മറ വയ്യത്. ഇതിനുശേഷം നട തുറന്നത്.
അവിടെയാണ് മതേതരത്വം. ആ ഹിന്ദു മുസ്ലിം ബന്ധം, ഹൈന്ദവ ഇസ്ലാമിക ബന്ധം, അതാർക്കാ വേർപ്പെടുത്താൻ സാധിക്കുക? ചരിത്രം പറയുന്നല്ലേ, ചരിത്രമല്ലേ, രേഖയില്ലേ? ഇതെങ്ങനെ മാറ്റാൻ സാധിക്കും ഈ സാമുദായിക സന്തുലിതാവസ്ഥ കൊണ്ട്? അറിയാഞ്ഞിട്ട് ചോദിക്കുക. എങ്ങനെ ഇപ്പൊ ഞങ്ങളോട് സ്നേഹം ഉണ്ടായത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അടക്കമുണ്ട്, BJP-ക്കാർക്കും ഹിന്ദു പരിഷത്തുകാർക്കും SNDP-ക്കാർക്കും NSS-കാർക്കും? മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉമ്മർ സാഹിബ് എഴുതി വെച്ചോ, ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാകുമ്പോ 10 പട്ടികജാതി വിദ്യാർത്ഥികൾ ദത്തെടുത്തു ജില്ലാ പഞ്ചായത്ത്. ആദ്യം ഞങ്ങൾ പോയത് മഞ്ചേരി NSS കോളേജിലാണ്. ഉമ്മർ സാഹിബും ഞാനുണ്ട്, PK കുഞ്ഞു സാഹിബും ഉണ്ട്, കമറുസ്ഥാൻ സോഷ്യൽ ചെയർമാനാണ്. നേരെ പ്രിൻസിപ്പളെ കണ്ട് മെച്ചമ്മനെ കണ്ട് പറഞ്ഞു, 10 വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്, SC വിദ്യാർത്ഥികളെ, അതുകൊണ്ട് ഇവരെ ഇവിടെ പഠിപ്പിക്കണം. ഉടനെ NSS-ലെ മാസ്റ്റർ പറഞ്ഞു, സാധിക്കൂല, 10 ആളെടുത്ത ഞങ്ങൾ സ്ഥാപനത്തിന്റെ പേര് പോകും. മടങ്ങി. രണ്ടാമത് പോയി കോഴിക്കോട് ചിന്മയാനന്ദ വിദ്യാലയം, അവരും പറഞ്ഞു 10 പട്ടികജാതി വിദ്യാർത്ഥികളെ ഒരുമിച്ചെടുക്കാൻ സാധിക്കൂല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തപ്പിയത് എവിടെ അറിയങ്ങള്? ആ മഹാൻ മരിച്ചുപോയി, സാലിം മൗലവി, കൂട്ടിലങ്ങാടി എത്തിങ്കാനാണ്. ഞങ്ങൾക്ക് അവിടെയാണല്ലോ എപ്പോഴും പ്രവേശനം കിട്ടുക. വേറെ തമ്പുരാക്കന്മാരെ സ്കൂളിൽ ഞങ്ങൾക്ക് പ്രവേശനം കിട്ടൂല. എല്ലാരും കഴിഞ്ഞപ്പോ പാണക്കാട്ടെ പൂക്കോയ തങ്ങളെ പേരുള്ള യതീം ഖാനയിലാണ് ആ 10 വിദ്യാർത്ഥികൾ പഠിച്ചത്. പോകുമ്പോ ഈ ലൈറ്റ് വെച്ച പൈപ്പിന്റെ മണ്ണുള്ള കുട്ടികൾ, അതിന് കയ്യും കാലും വെച്ച് എങ്ങനെ ഉണ്ടാവും? യതീംഖാനെ ചേർത്ത് സാലിം മൗലവി പറഞ്ഞു, ഒരു പ്രശ്നം മൂപ്പരാന്ന് ഗൾഫിലെ പറഞ്ഞു, ഒരു പ്രശ്നമാക്കണ്ട ഉമ്മർ സാഹിബെ, എത്ര കുട്ടിയാണ് യതീംഖാനേക്ക് കൊടുക്കുന്നത്? 10 ആളും പരീക്ഷ എഴുതി നല്ല A+ മാർക്കോട് കൂടി പാസ്സായി. പുറത്തുനിന്ന് വരുമ്പോൾ കുട്ടികൾക്ക് നടക്കാൻ തന്നെ വ്യാജാതി തടി മണ്ണിരുന്നു. കാരണം യതീം കുട്ടി അവിടെ പഠിക്കുന്ന കുട്ടികൾ അതേ മെനു പട്ടികജാതി അന്വേഷിച്ചിട്ട് 2 ലക്ഷം അടിച്ച് 1 ലക്ഷം കുറച്ചിട്ടില്ല, 1 കക്ഷം മീൻ 1/2 കക്ഷം കൊടുത്തിട്ടില്ല. അവിടുത്തെ എത്തിയും കുട്ടികൾ, അവിടെ പഠിക്കുന്ന കുട്ടികളെ അതേ മെനു അതേ ഭക്ഷണം ഞങ്ങളെ വിദ്യാർത്ഥികൾക്ക് കൊടുത്ത പ്രസ്ഥാനമാണ് കൂട്ടിലങ്ങാടി യതീംഖാന. ആരെ ഞങ്ങളെ ഏറ്റെടുത്തത്? ഞങ്ങൾ ആരെ കൂടെ നിൽക്കണ്ടേ? ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്ന മഹാനായ CH, കേരളത്തിലെ ഉപമുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, അങ്ങനെ തുടങ്ങിയ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ച അഭിബന്ധനെ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴാണ് ഞങ്ങൾക്ക് പട്ടിക വിദ്യാർത്ഥികൾക്ക് ലംസംഗ്രാൻ അനുവദിച്ചത്. എന്തിനുള്ള മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഈ സംസ്ഥാനം ഭരിച്ചത് കൊണ്ട് ഞങ്ങൾ ആരും കണ്ണു തുറന്നില്ല. ഞാനടക്കം പഠിച്ചത് അതുകൊണ്ടാ. ആ ലീഗിനെ മറക്കാൻ സാധിക്കുമോ? മറക്കാൻ സാധിക്കൂല. അതാണ് CH പണ്ട് പറഞ്ഞത്, നമസ്കാരത്തയമ്പുള്ള മുസൽമാനും ചന്ദനക്കുറിയറിഞ്ഞ ഹൈന്ദവനും കുരിശുമായിട്ട് ക്രിസ്ത്യാനിയും തോളോട് തോൾ പിടിക്കുന്ന മതേതരത്വമാണ് നമുക്ക് ആവശ്യമെന്ന് പ്രഖ്യാപിച്ച മഹാനായ കോയ സാഹിബ്. ക്ഷേത്രത്തിൽ നിന്ന് ശംഖുനാദം കേൾക്കണം, ചർച്ചിൽ നിന്ന് മണിയടി കേൾക്കണം, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കണം. അതാണ് സാംസ്കാരിക കേരളം പ്രഖ്യാപിച്ച മഹാനായ കോയ സാഹിബിന്റെ അനുയായികളാണ് ഞങ്ങൾ. BJP-നെ മുരളീധരൻ പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ ഈ ബൈത്തുർഹമയും റിലീഫും നടത്തുന്നത് അതിന്റെ ഫണ്ട് എവിടുന്നാന്ന് വരുന്ന അന്വേഷിക്കണം. കാച്ച വെള്ളം കൊടുക്കാത്ത ഇവനായി പറയണത്. ഹിന്ദുക്കൾക്ക് കാച്ച വെള്ളം കൊടുക്കാത്തവനായി ചോദിക്കുന്നത്. ലീഗിന്റെ ഉറവിടം നിങ്ങൾക്ക് എന്താ ഉറവിടുള്ളത്? ഞങ്ങളെ മക്കള് ചോര നീരാക്കി വിദേശത്ത് പോയി ചോര നീരാക്കി വിയർപ്പിന്റെ ഗന്ധമുള്ള ചൂടറ്റിന്റെ വെയിലേറ്റ് മണലിന് മണലാളത്തിൽ അധ്വാനിച്ച പണത്തിന്റെ ഒരു വിഹിതം ആ മക്കള് ഈ മണ്ണിലേക്ക് അയച്ചിട്ട് പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗ് പാർട്ടി റിലീഫ് നടത്തുന്നത്. ഞങ്ങളെപ്പോഴുള്ളവർക്ക് പയ്യാവും ഞങ്ങളും കൊടുക്കും. കണ്ടില്ല, ഈ കഴിഞ്ഞ ഓണത്തിന് വേങ്ങര മണ്ഡലത്തിൽ ഞങ്ങൾ 350 കുടുംബത്തിന് ഓണക്കിറ്റ് വിഷു ഓണപ്പട കൊടുത്തത്. ഏകദേശം 1,80,000 രൂപ ഞങ്ങൾ പിരിച്ചതാ. ദളിത് ലീഗിന്റെ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ, വേങ്ങര മണ്ഡലം ദളിത് നേതൃത്വത്തിൽ 350 കുടുംബത്തിന് കൊടുക്കുമ്പോൾ ഞങ്ങൾ BJP നോക്കൂല, ലീഗ് നോക്കൂല, കമ്മ്യൂണിസ്റ്റ് നോക്കൂല, NSS നോക്കൂല, SNDP നോക്കൂല, ഒന്നും നോക്കൂല. ഹിന്ദുവാണോ ഓണം കഴിക്കണോനാ ഞങ്ങൾ കൊടുക്കലാ. ഈ ലീഗാ കോൺഗ്രസ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ വാങ്ങണില്ല.
ഞങ്ങളെ പഠിപ്പിച്ച പാർട്ടി ലീഗ് അതാ. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മഹാനായ CH-ന്റെ ഒരു CH സെന്റർ. ഞാൻ പറയാ, തിരിച്ച് പറയും BJP, കമ്മ്യൂണിസ്റ്റുകാരൻ പറയും. ഇപ്പൊ 4 ആഴ്ച മുമ്പ് ദേശായി മാനി കണ്ടു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും റിലീഫ് രംഗത്തേക്ക് കുതിച്ചുയരുന്നു. എന്തിപ്പോ തോന്നിപ്പത് കുതിച്ചു ഉയരാൻ? റിലീഫൊക്കെ നമ്മളെ പേരിട്ട് പോലെ റിലീഫ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി റിലീഫ് ഏർപ്പെടുത്താൻ പോകണമെന്ന്. PMS ആശുപത്രി പോയി നോക്കാണി, 14,000 റുപ്യന്റെ ഒറിജിനൽ ബില്ലിന് 12,000 ഇടുക, കിഴിവ് 4,000, ബാക്കി അത്ര അടക്കണം. 14,000 അടച്ചാൽ മതി. യഥാർത്ഥ 14,000 അല്ലേ? നമുക്ക് തിരിച്ചേ നമുക്കറിയാം, ഞങ്ങൾക്കറിയാത്തോണ്ടല്ല. മഹാനായ CH-ന്റെ പേരിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ CH സെന്റർ രാവിലെ 40-40 ആൾക്കാർ കോളേജിലെ വാർഡിൽ കയറുക, ഒരു കെട്ട് കൂപ്പണേറ്റ്. ഇപ്പുറത്ത് ഹിന്ദു, ഇപ്പുറത്ത് മുസ്ലിം, അവിടെ ക്രിസ്ത്യാനി, ഇവിടെ പട്ടികജാതി, അവിടെ പട്ടികവർഗം, പട്ടികവർഗത്തിലെ അഭാന്തര വിഭാഗങ്ങൾ. എത്ര ചോറ് വേണം, എത്ര 2 കൂപ്പൺ. അതിന്റെ പാർട്ടി ഏതാ? ലീഗിന്റെ കത്തുണ്ടോ? കുഞ്ഞാപ്പയ്യന്റെ കത്തുണ്ടോ? അല്ലെങ്കിൽ മാങ്ങാട്ടിന്റെ കത്തുണ്ടോ? കത്തുണ്ടോ? കരീമിന്റെ കത്തുണ്ടോ? ഇല്ല. ചോദിക്കുന്നുണ്ടോ അവിടെ? ഇത് കോട്ടയക്കാരനാ? ഏതാ വാർഡ്? അന്റെ കൗൺസിലറാ? ഇത് ലീഗായിട്ട് വല്ല ബന്ധമുണ്ടോ? ലീഗ് ഇല്ല, രണ്ടിങ്ങിന്റെ നിങ്ങളെ ചോറ് തരുള്ളൂ. അങ്ങനെ ലീഗ് പഠിപ്പിച്ചിരിക്കണം നമ്മളോട്. ഇത് ലീഗാണെങ്കിൽ ചോറ് തരുള്ളൂ. ഇപ്പൊ മറ്റന്നാള് പിന്നെ മമ്പർ നേർച്ച അന്നദാനം 22-ാം തീയതി. ഇന്ന് രാവിലെ ചേർന്ന് കൃത്യം 11-ന് തങ്ങളെ അപ്പുരുന്നു. ഞാൻ 11-ക്ക് ഞാൻ 9:45 എടുത്തു പറഞ്ഞു. ഞാൻ കൊല്ലത്ത് പോയി വാങ്ങലുണ്ട്. അവിടെ പോയി മമ്പുറത്ത് പോയി അവിടെ വരുന്ന മുസ്ലിങ്ങളാ. മമ്പറും ഹൈന്ദവരുമായുള്ള ബന്ധം എന്താ? മമ്പുറത്ത് ഈ കളിയാട്ടക്കാവ് നിങ്ങൾക്ക് അറിയുന്ന കാല, മലപ്പുറം മഞ്ചേരിയടക്കമുള്ള അവിടെ വരുമ്പോ തലപ്പാർ ഇറങ്ങിയിട്ട് മുട്ടിയറ പള്ളിയിൽ കയറിയിട്ടേ പോകാൻ പോകണം. ഇത് നിയമ ലംഘനം അല്ല, നിയമമാണ്. അവിടെ ബന്ധമേധ്യമായ ബന്ധമുണ്ട്, ഹൈന്ദവ മുസ്ലിം ബന്ധമുണ്ട്. അത് പരമ്പരാഗതമായ ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അത് തകർത്ത് അവരിപ്പണ എറിഞ്ഞിട്ട് വേറെ വഴിക്ക് പോകാൻ പറ്റുമോ? ഞാൻ രക്ഷപ്പെട്ടു വരുന്നുണ്ട്. ആള് ജില്ലാ യൂത്ത് ജനറൽ സെക്രട്ടറി ഒന്നില്ലേ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് മൂപ്പരോട് ഇരുന്നു പോയി. ഞാൻ പറഞ്ഞത് മുട്ടിച്ചറയും മമ്പറുമായുള്ള ബന്ധം ഹൈന്ദവ മുസ്ലിം ബന്ധം, ആ ബന്ധം വലിയൊരു ബന്ധമാണ്. ആ ബന്ധം തകർക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് പഠിക്കാതെ നമ്മൾ മുന്നോട്ട് പോയാൽ, ഏതെങ്കിലും പത്രം എഴുതുമ്പോ, ഏതെങ്കിലും രാഷ്ട്രീയക്കാരെഴുതുമ്പോ അതിന്റെ പിന്നാലെ പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ആധികാരികതയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് മദ്രസ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നിങ്ങളൊക്കെ 5 നേരം നിസ്കരിക്കണമല്ല, ഞാൻ ഇപ്പൊ 2 നേരം പോകാൻ പറ്റുള്ളൂ, രാവിലെയും വൈകുന്നേരം. 3 നേരം ക്യാൻസലാ. ചരിത്രം അങ്ങനെ. ഇവിടെ ഇപ്പൊ ഈ വൃശ്ചികമാസം ഇന്നലെ 1-ാം തീയതി മുതൽ കേരളത്തിൽ മുഴുവനും ഭക്തിഗാനങ്ങളാണ്. അതിന്റെ ഇടയിൽ കൂടിയാണ് ഈ ബാങ്ക് വരുന്നത്. എല്ലാം കൂടി എന്തോ ഒരു മനസ്സിന് സുഖാര്യങ്ങള്. നമ്മുടെ ജില്ലയില്, കേരളത്തില് ഒരുമിച്ച് ഒന്നിച്ചിങ്ങോട്ട് വരിക. ഭക്തിഗാനം, കൃഷ്ണഗാനം, അയ്യപ്പന്റെ ഗാനം, അതിന്റെ ഇടയിൽ കൂടി ആയിരക്കണക്കിന് പള്ളിയിൽ നിന്ന് മായിക്കണം ക്ഷേത്രത്തിൽ നിന്ന് ഈ മന്ത്രം കേൾക്കുമ്പോൾ നമ്മൾ ഹർഷ പുളിക്കത്തരാകല്ലേ? ഇങ്ങനെ എവിടെ കാണുക? ഏത് ജില്ലയിൽ? ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഗുജറാത്തിന്റെ മണ്ണിൽ, ഹിന്ദു ഭൂരിപക്ഷമുള്ള ഗുജറാത്തിന്റെ മണ്ണിൽ, ആ ഗുജറാത്തിന്റെ മണ്ണിൽ ഒരു നേരം ബാങ്ക് പിടിക്കാൻ മുസ്ലിം സമുദായത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ഈ 1947 ശേഷം സാധിക്കില്ല. ഞാൻ ഗാന്ധി ബോർഡ് മെമ്പറാകുമ്പോ ഗുജറാത്ത് പോയതാ. ആദ്യമായിട്ട് വിമാനത്തിൽ കയറുന്നത് കുഞ്ഞാലി സാഹിബ് മന്ത്രിയായപ്പോഴാണ് 3 വിമാനത്തിൽ കയറിയത്. പിന്നെ എനിക്ക് വിധി ഉണ്ടായിട്ടില്ല. അല്ല, ആലോചിച്ചു. ഞാൻ ഗുജറാത്തിൽ പോയി, അന്ന് റമദാൻ മാസം. PV മുഹമ്മദ് അരീക്കോടിന്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ചാ പോകണം. വിമാനം ഇറങ്ങി, വണ്ടി പോയി ഗസ്റ്റ് ഹൗസ് താമസാക്കി, ബാങ്ക് കൊടുത്തു. PV ഒരു കാരക്ക നോമ്പ് പറഞ്ഞു. എന്നോട് ഉണ്ണീഷ് അപ്പൊ വരാം, പള്ളി പോയിട്ട് വരാം. ഞാനും പറഞ്ഞു, ഞാനും പോയിട്ട് വരാം. അങ്ങോട്ടോ വെച്ചു. എനിക്ക് ഇവിടുത്തെ പള്ളി ഒന്ന് കാണാം. നമ്മളിവിടുത്തെ പള്ളി പറഞ്ഞാൽ സുജൂദ് കണ്ണു പോകുമ്പോൾ കണ്ണു മുറന്നാലും ഇങ്ങോട്ട് കാണുന്ന പള്ളിയല്ലേ? അതേ കണ്ണ് അവിടെയും കാണും.
അപ്പൊ ഇതിനേക്കാളും വലിയ മാർബിളുള്ള സ്ഥലമാണോ നോക്കിയതാ ഞാൻ. ഒപ്പം അങ്ങോട്ട് പോയി 1.5 കിലോമീറ്റർ വന്ന് പള്ളി കാണാനില്ല. കുറെ ഇവിടെ പാനീസ്, നമ്മുടെ പഴയത്തെ പാനീസ് ഉണ്ടല്ലോ, അങ്ങപ്പുറത്ത് പുറത്തൊക്കെ നല്ലല്ലേ ഇതുപോലത്തെ ലൈറ്റ് ഉണ്ട്. ഒരു ചെറിയ സ്രാമ്പ്യ പാനീസ് പി വെച്ചു. ഞാൻ ചോദിച്ചു ഇത് പള്ളിയാണ്. അപ്പൊ മോചേരുണ്ട് തലേക്കിട്ടുണ്ട് അസ്സലാം അലൈക്കും. ഇയാളെ ശ്വാസം വെച്ചു അലൈക്കും അസ്സലാം എന്ത് ചോദിച്ചു. ഞാൻ കുറെ കാര്യം ഉറക്കണ സലാം ചൊല്ലിട്ടുകാർ. ഒരു മനുഷ്യനെ ചെല്ലണ്ടേ, അവിടെ സലാം ഉറക്കനെ പറയാൻ പാടില്ല, തമ്മ് കേൾക്കാൻ പാടില്ല, മന്ത്രിച്ചമാതിരി വെള്ളം മന്ത്രിക്കണമാതിരി പറയാൻ പാടില്ല, പുറത്ത് കേൾക്കാൻ പാടില്ല, ബാങ്ക് പുറത്ത് മൈക്കല്ല, ബാങ്ക് പുറത്ത് കേൾക്കാൻ പാടില്ല, പള്ളി ഉള്ളിൽ മാത്രം 4 ആൾ കൂടി നിസ്കരിക്കാൻ പാടില്ല. ഇവിടെ ഗുജറാത്തില് ഇന്ത്യയുടെ മണ്ണിലാ, അവിടെയാ നാം പഠിക്കേണ്ടത്. പോയി നിസ്കരിച്ചു, ഒതുക്കുന്ന സാധനം തരങ്ങൾ ഒരു തീപ്പെട്ടി കൊണ്ട് പാത്രത്തിന്റെ വെള്ള ഒരാൾ ഉതിർത്തവനെ വെള്ളം വേറെ മുക്കി കൊണ്ടുവരണം. അത് മല്ലാക്കാൻ പാടില്ല. റോഡില്ല, ഒരു 3 അടി ബൈക്ക് നടക്കാൻ പാടുള്ളൂ, റോഡില്ല. പള്ളിന്റെ അടുത്ത് വരെ റോഡിന് അവിടെ നിന്ന് നടക്കാൻ പാടില്ല. അപ്പൊ ഈ മോയോ നിങ്ങൾ എന്താ നിസ്കരിക്കാത്ത ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ AP ഉണ്ണികൃഷ്ണൻ എൻ്റെ പേര്. അന്ന് ഞാൻ വെള്ളക്കുപ്പായ ഇട്ടത്. എൻ്റെ പേര് AP ഉണ്ണികൃഷ്ണൻ, ഞാൻ മലപ്പുറം ജില്ലക്കാരാണ്, ലീഗിന്റെ പ്രവർത്തനാണ്. ഇയാൾ ഇന്നാണ്ട് കൂട്ടി പതിരിങ്ങളെ എന്ന് പറഞ്ഞാൽ കൂട്ടിപ്പിടിച്ചു. അപ്പൊ മൂപ്പര് നമ്മുടെ കാസർകോട്ടുകാരനാണ്. എൻ്റെ പ്രസംഗം കേട്ട ആളാ മൂപ്പര്. ഇത് അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചാണ് മുത്തി മൂപ്പര്. മതി വാനച്ചത് മതി, എൻ്റെ തന്നെ മതിയാ. കൊല്ലങ്ങളായിട്ട് ആ മനുഷ്യൻ ഒന്ന് ഉറക്കനെ ചിരിക്കാൻ, ഉറക്കനെ പറയാൻ, ഒന്ന് ഉറക്കെ കരയാൻ നിന്ന മനുഷ്യനാണ്. അതാണ് ഗുജറാത്തിന്റെ മണ്ണ്. ആ മണ്ണാണോ ഈ മണ്ണ്? നാം താരതമ്യം ചെയ്യണം. ഗുജറാത്തിന്റെ മണ്ണിൽ ഹൈന്ദവ ഭൂരിപക്ഷമാണെങ്കിൽ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് അവിടെ ആരാധിക്കുവാനുള്ള നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് സ്വാതന്ത്ര്യമില്ല. കോൺഗ്രസ് ഭരിച്ചപ്പോ അങ്ങനെയായിരുന്നോ? എല്ലാ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു മതപരമായി. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ്, ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ്. എന്റെ ചുറ്റുഭാഗത്ത് മുസ്ലിം ഭൂരിപക്ഷമാണ്. എന്റെ വീട് തന്നെ 4 ഭാഗത്ത് മുസ്ലിങ്ങളാണ്. ഞങ്ങൾ ആളുകളെ കാണണമെങ്കിൽ ഒരു 10-200 മീറ്റർ അങ്ങോട്ടാ പോകണം. അതൊന്നും കുഴപ്പമില്ല. ഈ ഭൂരിപക്ഷമുള്ള ജില്ലയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ മണ്ണര കാലത്ത് ഭക്തിഗാനം പാടുന്നില്ലേ? നിർത്തണമെന്ന് പറഞ്ഞോ? അതാണ് ലീഗിന്റെ മതേതരത്വം. നാം അത് പഠിക്കണം. BJP-ക്കാരും RSS-കാരും വിശ്വഹിന്ദു പരിഷത്തുകാരും ഭദ്രജനങ്ങളുകാരും ഹിന്ദു പരിവാറും എന്റെ പ്രസംഗം ശ്രമിക്കുന്നുവെങ്കിൽ പഠിച്ചു വാ. മറുപടി പറയും നാളെ. ഈ തോക്കാൻ പറയും നാളെ പറഞ്ഞാൽ മറ്റന്നാൾ മറുപടി പറയാൻ AP ഉണ്ണികൃഷ്ണൻ ഇവിടെ തിരിച്ചു വരും എന്ന ആദ്യത്തെ കൊണ്ട് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയണം, ഞാൻ പറയാം, നിങ്ങൾ പറയണം മറുപടി. ഈ സ്വാതന്ത്ര്യം, മലബാറിന്റെ കേരളത്തിന്റെ സ്വാതന്ത്ര്യം ഗുജറാത്ത്, രാജസ്ഥാൻ, ഒറീസ, ബീഹാർ, അസം, ഹരിയാന തുടങ്ങിയ സംസ്ഥാനത്തുണ്ടോ സഹോദരന്മാരെ? ഇല്ല. ഉണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതാ ഞാൻ പറഞ്ഞത്. ഗുജറാത്തിൽ മദ്രസ ഇല്ല, ആസാമില് മദ്രസ ഇല്ല. അല്ലേ? നോക്കൂ നിങ്ങൾ, ഇവിടെ ബംഗാളി മുസ്ലിങ്ങൾ ധാരാളമായിട്ട്, കോരികളിലും മറ്റുമായിട്ട്. എന്റെ വീട്ടിൽ ഒരു ദിവസം പുതപ്പായിട്ട് ഒരു ബംഗാളി വന്നു. എന്താ പേര്? ഹാരിസ് മൈദീൻ. ഹാരിസ് മൈദീൻ, നല്ല പേര്. പള്ളി നഹി ഹേ, മദ്രസ നഹി ഹേ, നിസ്കാരം ഞങ്ങനെ നിസ്കാരം നഹി ഹേ. നിങ്ങൾ ഹിന്ദു, ഞാൻ ഹിന്ദു, പിന്നെ നിസ്കാരം നിങ്ങൾ പഠിച്ചു. ഇത് മലപ്പുറമാണ് പറഞ്ഞു, ഞാൻ കേരളമാണ് പറഞ്ഞു. ഇവന്റെ മുസ്ലിമാ, മദ്രസ ഇല്ല, പള്ളിയില്ല, കുളില്ല, തിരുമ്പലില്ല. ഇവിടെ വന്നപ്പോ മര്യാദ കുളിച്ചാൻ തുടങ്ങി. നോക്കാൻ നിങ്ങൾ ഈ കോരിക്കണത്തിന് അണ്ണന്മാരെ കണ്ടിക്കണ 360 ദിവസം കുളിച്ചില്ല. എന്താ ഒന്നൊന്ന് കുളിച്ചാൽ വെച്ചു, നാളെ ഇത് തന്നെ മണ്ണാണ്ടേന്ന് വെച്ചു. ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. ഈ ഓയിലും ഡീസലും ഇങ്ങനെ മേറ്റ് വിടുന്നത് നിങ്ങൾ കറുത്ത് 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 രാത്രി കണ്ടാൽ പേടിയോ മുറ്റത്ത്. കുളിക്കാനല്ല, ഒന്ന് കയ്യും കാര്യങ്ങൾ ഒന്നിട്ടാണ് ചോറ് നമ്മ പോവാ. ആ അവസ്ഥ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ അങ്ങനെയാണോ? അല്ല. ഇവിടെ എല്ലാവരെയും ഒരുപോലെ പരിപാലിച്ച് രക്ഷപ്പെടുത്താൻ, മുന്നോട്ട് നയിക്കാൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ സാധിക്കുന്നു കേരളത്തിന്റെ മണ്ണ്. അതാ ഞാൻ പറഞ്ഞത്. രാവിലെ സുബൈ ബാങ്ക് കൊടുത്ത എത്ര ആയിരക്കണക്കിന് ആളാ നടന്നു പോയി നിസ്കരിക്കാൻ പോകണം. അത് നിസ്കാരം കഴിഞ്ഞാൽ നേരെ റൂട്ട് മുൻ നടക്കുക. ഇപ്പൊ ഞാന്
കുറച്ചു കാലം എൻ്റെ കണ്ണമനം എന്ത് രാവിലെ എക്സസൈസിന് നടന്നിരുന്നു. അപ്പോഴാണ് ഈ NDF RSS വിട്ടുണ്ടായത്. വേങ്ങര SI പറഞ്ഞു, ഉണ്ണികൃഷ്ണ നടക്കരുത്, RSS വെട്ടിയാൽ പറയും NDF വെട്ടിയാൽ പറയും RSS വെട്ട് നമ്മക്കെ കൊള്ളുകാരുന്നു. അവിടെ നടത്താൻ നിർത്തി. ഇപ്പൊ 1-2 കൊല്ലം നിർത്തിയിട്ട് ഇപ്പൊ നടക്കാൻ തോന്നുന്നില്ല. കാരണം പ്രമേയം കൊണ്ട് വെട്ട് പറ്റിയ ഉണങ്ങോ ചെയ്യുന്ന പേടിയാ. പിന്നെ സ്റ്റേജിൽ നമുക്ക് വരാൻ പറ്റൂലല്ലോ. ആ ഘട്ടം ഈ ജില്ലയിൽ കേരളത്തിൽ നിങ്ങളെ കുട്ടികൾ 6:30 മണിക്ക് നീ തണുപ്പ് നീച്ച് കണ്ട് പല്ലും തേച്ച് ചായയും കുടിച്ചിട്ട് മദ്രസക്ക് പോവുക. 7 മണിക്ക് മദ്രസയിലെത്തി, 9:30 മണിക്ക് മദ്രസ വിട്ടു, 10 മണിക്ക് തിരിച്ചു വന്നു, ചായ കുടിച്ച് വീണ്ടും സ്കൂളിലെ കിതാബ് എടുത്തിട്ട് പോവുക. സ്കൂൾ 4-5 മണിക്കെത്തി, വീണ്ടും 5:30 മണിക്ക് രാവിലെ എടുത്ത് അതേ കിതാബത്തിൽ വീണ്ടും മദ്രസക്ക് പോവുക. പെൺകുട്ടികളും ആൺകുട്ടികളും പോകുമ്പോ പോലീസ് കൂടല്ല, ബാപ്പല്ല, എളാപ്പല്ല, വല്ലിപ്പല്ല, ആരും ആങ്ങളിയും കൂടല്ല. പെൺകുട്ടികൾ ഇങ്ങനെ ഇടായിക്ക് തോർച്ചടിച്ച് ഇങ്ങനെ പോയി ചിരിച്ച് കളിച്ചിട്ട് ഇറ്റത്തി 9 മണിക്കാ മദ്രസ വിടുന്നത്. മദ്രസ ഉസ്താക്കന്മാരൊക്കെ ചോറ് വെച്ചാൻ വേണ്ടി ഏതെങ്കിലും പെരേക്ക് പോകും, ചെലവുണ്ടാവുള്ളൂ, അങ്ങോട്ട് പോകും. ഈ കുട്ടികളെ ഊട് വൈക്ക് ഇങ്ങനെ ചിരിച്ച് കളിച്ച് ചിന്തിച്ച് കയറുക. ആ വല്യപ്പം എന്ത് ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലാന്ന് പറഞ്ഞ കിടന്നുണ്ടാവും. വല്യമ്മ കിടന്നുണ്ടാവും, ഉമ്മ ഉറങ്ങിയിട്ടുണ്ടോ, പൗതി ഉറക്കായിട്ടുണ്ടോ, മക്കൾ വരാണ്ടോ, ബാതിൽ കുറ്റിട്ടുണ്ടാവും. എന്റെ മക്കൾ വരാണ്ടോ, പേരക്കുട്ടികൾ വരാണ്ടോ, ചിന്തയൊന്നും ഇവർക്കില്ല. എന്താ ചിന്ത ഇല്ലാത്തത്? നിങ്ങളെ മക്കളൊന്ന് വാതിൽ മുട്ടുമ്പോഴാണ് നിങ്ങൾ വാതിൽ തുറക്കുന്നത്. നിങ്ങളെ മക്കൾ വരുമ്പോ എന്റെ കുട്ടിനെ ആരും പിടിച്ചോണ്ടും ബലാത്സംഗം ചെയ്യും, അല്ലെങ്കിൽ എവിടെ കൊണ്ടേ കുഴിച്ചിടും, പണ്ടം അരിഞ്ഞു കൊണ്ടുപോകും എന്ന ബോധം നമ്മുടെ ജനങ്ങളെ അമ്മമാരെ മനസ്സിൽ, ബാപ്പമാരെ മനസ്സിലില്ലാത്തത് എന്തുകൊണ്ടാ? എന്താ ഭയമില്ലാത്തത്? ലക്ഷക്കണക്കിന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ മുസ്ലിം മക്കൾ മലപ്പുറത്തിന്റെ കേരളത്തിന് മണ്ണിൽ മദ്രസയിൽ പോകുന്നുണ്ടല്ലോ. നിങ്ങളെ മക്കള് രാവിലെയും വൈകുന്നേരവും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് വളരെ ശക്തമായി പഠിച്ച് അത് പഠനം കഴിഞ്ഞ് ധൈര്യത്തോടു കൂടി നിങ്ങളെ വീട്ടിൽ തിരിച്ചെത്തുന്നത് ഈ ഹരിത പതാകയും മുസ്ലിം ലീഗ് പാർട്ടിയും പാലക്കാട് തങ്ങന്മാരും ഈ കേരള മണ്ണിൽ ജീവിച്ചുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, വേറെ എവിടെ ഉണ്ട്? നിങ്ങൾ പറയണം. അതാണ് മുസ്ലിം ലീഗ്. ആ ലീഗ് തകരണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ തകർക്കാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാർട്ടിയെ തകർക്കാൻ, ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഒരുപാട് കുതന്ത്രങ്ങളുമായി ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ തിരുത്തി വരുന്നു. നമ്മത് പഠിക്കണം, അത് പഠിക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഒരു കൊല്ലം 2005 ജില്ലാ മുസ്ലിം സമ്മേളനം, 2005 ജില്ലാ മുസ്ലിം സമ്മേളനം ഞാൻ പോകുമ്പോ പാണക്കാടൊന്ന് ഇറങ്ങി വലിയ ഞങ്ങളെടുത്ത്. വലിയ തങ്ങളെടുത്ത് ഇറങ്ങുമ്പോ വലിയ തങ്ങള് അകത്ത് പോകുമ്പോ എന്നോട് പറഞ്ഞു, ഉണ്ണികൃഷ്ണൻ അവിടെ ഇരിക്ക്, ഞാൻ ഇപ്പൊ പുറത്തു വരാന്ന് പറഞ്ഞു. ശിഹാബ് തങ്ങള് അങ്ങോട്ട് പോയി. ശിഹാബ് തങ്ങള് പോയപ്പോ ഞാൻ അരമണിക്കൂർ അവിടെ ഇരുന്നു. അരമണിക്കൂർ ഇരുന്നപ്പോ എന്താ സംഭവിച്ചത്? ഞാൻ സമയം കഴിഞ്ഞപ്പോ നേരെ തിരിച്ച് നേരെ പോയി. ഞാൻ മലപ്പുറത്തേക്ക് കയറി. മലപ്പുറത്തേക്ക് പോയപ്പോ ലീഗ് ഓഫീസിൽ ചെന്നു. ലീഗ് ഓഫീസിൽ 10 മിനിറ്റ് ഇരുന്നപ്പോ ഒരു ഫോണ്. എന്താ ഫോണ്? ശിഹാബ് തങ്ങൾ ഡ്രൈവർ വിളിച്ചു, ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ടോ? ഡ്രൈവർ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ തങ്ങൾ കൊടുക്കാറ്. അപ്പൊ ഞാൻ ഒന്ന് വിറച്ചു പോയി. വല്യങ്ങൾക്ക് തങ്ങളോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പോകാനല്ലേ പറഞ്ഞത്, എന്തിനെ പോയി എന്ന് ചോദിച്ചു. ഉടനെ വണ്ടി വിളിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. ഞാൻ പാണക്കാട്ടെ മുറ്റത്ത് വണ്ടി ഇറങ്ങിയിട്ട് ഡൈനിങ് ഹാളിൽ ചെന്നപ്പോ ശിഹാബ് തങ്ങൾ 2 പ്ലേറ്റും ചോറും എല്ലാ ഭക്ഷണം കാത്തിട്ട് ശിഹാബ് തങ്ങൾ എന്നെ കാത്തുകുത്തണം. നിങ്ങൾ ആലോചിച്ചൊക്കെയാണ്, നമ്മളൊക്കെ മനസ്സിന്റെ മാണിക്ക കൊട്ടാരത്തിൽ ഒരു മുത്ത് പോലെ സൂക്ഷിക്കുന്ന ശിഹാബ് തങ്ങൾ AP ഉണ്ണികൃഷ്ണനെ കാത്തിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ പാലക്കാട് കൊരപ്പനക്കൽ തറവാട്ടില്. ഞാൻ ചെന്നിരുന്നു. വേഗം കൈ കഴിക്കൊന്ന് ഇരുന്ന് ഇരിക്കാൻ പറഞ്ഞു. 2 കോരി ചോറ്, ഒരു ചെറുപഴം ആദ്യം, ഒരു ഈത്തപ്പഴം, പിന്നെ ആവശ്യമുള്ള ഒരു കഷ്ണം മീനു, ബാക്കി കറിയും പാതും തന്നിട്ട് പിന്നെ തങ്ങൾ ചോറ് വിളമ്പണത് നോക്കൂ നിങ്ങൾ. ആ ഒരു മഹിമ എവിടെ? പാണക്കാട് കൊടപ്പനക്കര അടുത്ത ഡൈനിങ് ഹാളിന്റെ ഉള്ളിലാ ഉണ്ണികൃഷ്ണൻ ശിഹാബ് തങ്ങളും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ പിന്നെ എവിടെ പോണ്ടി കൂട്ടരെ? എവിടെ പോണം? നിങ്ങൾ പറയണം. ഞാൻ ലീഗിന് മെമ്പർഷിപ്പ് എടുത്തപ്പോ എന്നെ കെട്ടിപ്പിടിച്ച പാണക്കാട് തങ്ങള്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെ വല്യാളന്മാരായി ജീവിക്കുന്ന പലരുണ്ടല്ലോ ഇവിടെ.
ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കുഞ്ഞലിബൈന്റെ വീട്ടിൽ ഞാൻ ചെല്ലുക, നിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ പേര് പറയാതെന്ന്, ഇല്ലാതെ ഒരാളെ പറ്റി പറയാൻ പറ്റുമോ? മൂപ്പർക്ക് ജ്വല്ലറിയും കാര്യമൊക്കെ ഉണ്ട്, വലിയ വീടൊക്കെ ഉണ്ട്. ഒരു പട്ടികജാതിക്കാരൻ ചെല്ലുക, മൂപ്പരെന്താ പറയാ, ഗിൽസിൽ ബാഗിൽ തുറന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരില്ല സാധാരണ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ചെയർമാൻ അവിടെ കുത്തിരിക്കും, നസീർ കുത്തിരിക്കും, കെ നാസർ അവിടെ ഇരിക്കണതാ. നിങ്ങളൊക്കെ ബരി കഴിയുമ്പോ എന്താ ഉണ്ണീഷ് സാറിന് മുറ്റത്തേക്ക് ഇറങ്ങിയല്ല, അപ്പൊ എന്തൊരു കസേര വെച്ച് കയറി ഇരിക്കാൻ പറയും. ചായ ഉണ്ടി ചായ തരും, എന്തേ വന്നു കാര്യം, അല്ല സംഭാവന, അല്ലെങ്കിൽ പുതിയ ഇങ്ങനെ കാര്യം വന്നാന്ന് പറയാം. അപ്പൊ എന്താ തോളിൽ കൈ വെച്ച് വർത്തനം പറയുമ്പോ നമുക്ക് സമാധാനമല്ലേ? ഇതിപ്പോ ഞങ്ങൾ തമ്പുരാക്കന്മാരെ ബരിക്കലുമ്പോ തുറക്കലും മുറ്റത്തേക്ക് ഇറങ്ങി എന്തേന്ന് വെച്ചു, ഒന്നും ഇല്ലാരും ഇങ്ങോട്ട് മടങ്ങി പോരല്ല ഞാന്, പിന്നെ എവിടെ കുത്തിന് വർത്തനം പറഞ്ഞു. ആ ഒരു സ്വഭാവം ഞാൻ അത് ഓപ്പണായിട്ട് പറയാ, ആ ഒരു സ്വഭാവം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുടെ ഭാഗത്തുനിന്നോ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നോ ഇന്നേ വരെ ഞങ്ങൾ സമുദായത്തിന് അനുഭവപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. വെറുതെ അറിയില്ലേ? പിന്നൊക്കെ കാണുമ്പോ കുഞ്ഞലിബിയൊക്കെ കൂട്ടി പിടിച്ചല, കുഞ്ഞാപ്പ ജയിലായിരുന്നു, ഞാൻ മൂക്ക് കൂടിയാണ് കേട്ടിട്ടുണ്ട് കാണുമ്പോ. അത്ര ഇഷ്ട വീട്ടൊക്കെ ചെന്നാ മൂപ്പരിക്കണ കസേര ഇരുത്തും, ഇവിടെ ഇരിക്കുന്ന വീട്ടിൽ ചെല്ലുമ്പോ അവിടെ അത്ര ഇഷ്ട ഞങ്ങളോട് അല്ലേ. നോക്കൂ നിങ്ങൾ, എന്റെ ജേട്ടൻ വലിയ കമ്മ്യൂണിസ്റ്റാണ്. ഒരു 10-15 കൊല്ലം മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ഒരു ഇന്റർവ്യൂ വന്നു. മൂപ്പരെ വീടിന് മുമ്പിൽ EMSന്റെയും നമ്മുടെ JKG ഫോട്ടോ ഉണ്ട്. ഞങ്ങളെ കൂടുതൽ ഒരു സാധനം അതിനുള്ളതിനാ സോപ്പ്. മൂപ്പർക്ക് എറണാകുളത്ത് ഇന്റർവ്യൂവിന്റെ കാർഡ് വന്നു. സഖാബ് എടുത്തു തന്നു, എനിക്കൊരു ഇന്റർവ്യൂ മറ്റന്നാൾ എറണാകുളത്ത് ഒന്ന് റെക്കമെൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ സഖാവ് എന്താ പറഞ്ഞു, ലോക്കൽ സെക്രട്ടറി എന്താ പറഞ്ഞോ, വേലായുധ എത്രയോ സഖാക്കൾ നമ്മളിവിടെ വരും, നമ്മൾ എങ്ങനെ ഒരാളെ റെക്കമെൻഡ് ചെയ്യുക, അതുകൊണ്ട് കിട്ടുന്നവർ കിട്ടട്ടെ. മടങ്ങി വന്ന് എൻ്റെ വീട്ടിൽ വന്നു, എന്നോട് പറഞ്ഞു ഇങ്ങനെ ആരോടും പറയിപ്പിക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ പറഞ്ഞു EMSന്റെയും JKGന്റെയും ഫോട്ടോ ഉമ്മരത്തുനിന്ന് മാറ്റുകയാണെങ്കിൽ ഏർപ്പെടുകയും ചെയ്തു തരാം. സ്വന്തം ഏട്ടനോടെ പറഞ്ഞു കേട്ടോ, വേറെ കാര്യം, ഇത് രാഷ്ട്രീയ, നമുക്ക് ഫോട്ടോ അവിടെ നിന്ന് മാറേണ്ട ആവശ്യം, അത് റോഡിലൊക്കെ എത്തണം, മനുഷ്യന്മാർ കാണുന്ന സ്ഥലത്താണ്. നേരെ പോയിട്ട് മൂപ്പര EMSന്റെയും JKGന്റെയും ഫോട്ടോ കുളിറൂം കൊണ്ടുവച്ചു. നല്ല സ്ഥലത്താണ് വെച്ചത്. തിരിച്ചു വന്നു. അപ്പൊ എന്റെ മോനെ പറഞ്ഞു വെച്ചു, എന്റെ മോൻ MSFന്റെ ഇപ്പൊ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് യൂണിയൻ സെക്രട്ടറി, ഇപ്പൊ സ്ഥാനാർത്ഥിയാ പിൻവലിച്ചു. വേറെ കാര്യം, അവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ നാട്ടിൽ നമ്മുടെ ഇരിങ്ങല്ലൂർ കോഴിക്കോട് PMS ഉണ്ട്, ഒറ്റമല മോട്ടോർ സർവീസ്. ഇതൊക്കെ സത്യങ്ങളൊക്കെ അറിയാം ദിവസം. അതിന് 6:15 കയറി നേരെ കോഴിക്കോട് മോട്ടോർ സർവീസ് നടക്കാവ് ചെന്നു. പിന്നെ എവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ് കയറി നമ്മുടെ മുനീർ സാഹിബ് ഒരു ബ്രഷ് ആയിട്ട് പല്ല് വെച്ച് ഇങ്ങനെ വരുന്നു, സിദ്ദീഖ് സാഹിബ് വരുന്നു. അപ്പോ ഞാൻ പല്ല് തേച്ചിട്ട് വരും മുമ്പ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇരിക്കുന്നു പറഞ്ഞു. അപ്പൊ ആമിന താത്ത തൊട്ട് മുമ്പില് ആമിന താത്ത പറഞ്ഞു, ഉണ്ണി ഇരിക്കുന്നു പറഞ്ഞു. അപ്പോ അവിടെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ പാണക്കാട്ട് ചെന്നാലും CHനെ പിടിച്ചെന്നാലും മദർജാത്ത ചായ ഉറപ്പാ കിട്ടും. കാരണം അവിടെ ബുക്കിടാണ്, ചെന്നാൽ നമുക്ക് മദർജാത്ത ചായ മദർജാത്ത കടിയും കിട്ടും. അത് പാരമ്പരാഗതമായിട്ട് ഇങ്ങനെ ബുക്ക് ചെയ്ത് പോരുന്നതാണ്. അവിടെ ചെന്നാൽ 4-5-6 പേരിൽ നിന്ന് മദർജ ചായ, പാണക്കാട് നിന്നും വല്യങ്ങൾ വിടുന്നു, തൈൽ തങ്ങൾ വിടുന്നു, മബ്ബാസ് തങ്ങൾ വിടുന്നു, സാദികൾ തങ്ങൾ വിടുന്നൊക്കെ മദർജാത്ത ചായ കിട്ടും. അത് കുടിച്ചിട്ട് ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ രാഷ്ട്രീയപരമായ പ്രവർത്തനം ഉണ്ടാകുമ്പോ നമ്മൾ ഒരുമിച്ച് പോകേണ്ട ഒരു കാലഘട്ടം, ആ ഒരു പ്രത്യേകത മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് മാത്രമേ ലഭിക്കൂ. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പാണക്കാട്ടെ കുടുംബം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ അത്താണിയാണ്. ലക്ഷോപലക്ഷം ഇപ്പൊ ബൈത്തുറഹ്മ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത മുനിസിപ്പാലിറ്റി കോട്ടക്കൽ മുനിസിപ്പാലിറ്റി. 17 വീട് പട്ടികജാതിക്കാർക്ക് ബൈത്തുറഹ്മ കൊടുത്തു ജില്ലയിൽ. അതിന് ലിസ്റ്റ് കൊടുത്ത് ഞാൻ. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവന് ഒന്ന് തർക്കലിട്ട് ഞാനാ ഇരിങ്ങാവൂർ, ഒന്ന് തർക്കൽ UC രാമന. ഇപ്പൊ എന്റെ പഞ്ചായത്തിൽ 25-ാം തീയതി 10 മണിക്ക് പട്ടികജാതിക്കാരന്റെ വീട് സത്യൻ എന്ന് പറഞ്ഞ പട്ടികജാതിക്കാരൻ തർക്കലിന് സാധിക്കൽ ശിഹാബ്. ഇത് നിൽക്കണില്ല, ഏറി വരികയാണ്.
എന്താ വരുന്നത്? നമ്മുടെ മനസ്സിന്റെ മാണിക്ക കൊട്ടാരത്തിൽ മുത്തുപോലെ സൂക്ഷിക്കുന്ന ശിഹാബ് തങ്ങളെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ആ ഒരു ബന്ധമാണ് ചടയനെ പോലെ, രാമൻ മാട്ടെ പോലെ ആളുകളെ എടുത്തു വളർത്തിയ മുസ്ലിം ലീഗ് പാർട്ടി. ആ മുസ്ലിം ലീഗ് പാർട്ടി നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, അനിവാര്യമാണ്. ആ ലീഗിന്റെ ഹരിത പതാക മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താൻ മുനിസിപ്പാലിറ്റിയിലും മണ്ഡലത്തിലും ജില്ലയിലും സംസ്ഥാനത്തും ഇന്ത്യ രാജ്യത്ത് പടർന്നു പന്തലിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ, പട്ടികജാതിക്കാരുടെ, പട്ടികവർഗക്കാരുടെ, ന്യൂനപക്ഷത്തിന്റെ, പിന്നോക്കക്കാരന്റെ പടതുലിയായി മുസ്ലിം ലീഗ് പ്രസ്ഥാനം നിലനിൽക്കട്ടെ.